ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ പൂരം നഗരിയിലുണ്ടായ അസാധാരണ പ്രതിസന്ധിക്കൊടുവിൽ വെടിക്കെട്ട് ആരംഭിച്ചു. രാത്രി കാഴ്ചയുടെ വർണ്ണങ്ങളില്ലാതെയാണ് വെടിക്കെട്ട് നടക്കുന്നത്. 4 മണിക്കൂറോളം വൈകി പാറമേക്കാവിന് വെടിക്കെട്ട് ആരംഭിച്ചു. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഉടൻ ആരംഭിക്കും. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പോലീസും ദേശക്കാരും തമ്മിൽ നടന്ന തർക്കമാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. എബി ജോൺ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. എബി, പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും വെടിക്കെട്ട് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? ഫിജി പാറമേക്കാവിന്റെ തിരുവമ്പാടിയുടെയും വെടിക്കെട്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ ആണ്, നല്ല അല്പസമയം മുമ്പാണ് ഈ വെടിക്കെട്ട് നടന്നിട്ടുള്ളത്. ഇത് അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ വെടിക്കെട്ട് വൈകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ദേശക്കാരും ഒപ്പം തന്നെ പോലീസും തമ്മിൽ നടന്നിട്ടുള്ള തർക്കം, അതാണ് പ്രധാനമായും ഇത്തരത്തിൽ അസാധാരണ ആയിട്ടുള്ള സംഭവത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇത്തരത്തിൽ ഒരു വൈകിക്കൽ കാരണമായിട്ടുണ്ട്. കാരണം ഈ വെടിക്കെട്ട് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആളുകളെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവേണ്ട ആളുകളിൽ കൂടുതൽ ആളുകളെയും ഇവിടെ നിന്ന് മാറ്റുന്ന നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. തുടർന്ന് പോലീസും ദേശക്കാരും തമ്മിലുള്ള തർക്കം ഉണ്ടാകുന്നു. അതാണ് വീണ്ടും ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. തുടർന്ന് ഈ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് പൂരം പകുതിക്ക് വെച്ച് നിർത്തുന്ന നടപടികളിലേക്ക് പോലും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം വൈകിട്ട് നടന്ന ചർച്ചയോടുകൂടി, അതായത് സുനിൽകുമാർ ഒപ്പം തന്നെ മേയർ തുടങ്ങിയ പ്രധാനപ്പെട്ട ആളുകളെല്ലാം മന്ത്രി കെ രാജൻ തുടങ്ങിയ ആളുകൾ ഇടപെട്ട് ഈ തർക്കം പരിഹരിക്കുകയും തുടർന്ന് പൂരം വീണ്ടും തുടരാൻ തീരുമാനിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ വെടിക്കെട്ട് വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. എന്തായാലും വൈകിട്ട് പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടാണ് ഇന്ന് 7:30 മണിയോടുകൂടി ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇനിയിപ്പോൾ പൂരത്തിന്റെ ബാക്കി ചടങ്ങുകൾ നടക്കാറുണ്ട്. പകൽപ്പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇന്നലെ രാത്രി അത് പൂർത്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പകൽപ്പൂരം നടക്കേണ്ട ഒരു സമയം കൂടി ആയിരുന്നു ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. എന്തായാലും ആളുകളെല്ലാം തന്നെ ഇങ്ങനെ ഈ പൂരത്തിന്റെ വർണ്ണങ്ങളില്ലാതെയുള്ള ഈ ശബ്ദം മാത്രം കേട്ട് വെടിക്കെട്ട് ആസ്വദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത്തവണ എത്തി എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള, പൂരപ്രേമികൾ സംബന്ധിച്ച് വിഷമകരമായിട്ടുള്ള നഷ്ടം തന്നെയാണ് പൂരപ്രേമികളെ സംബന്ധിച്ച് ഉണ്ടായത്. പൂരപ്രേമികൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? നേരത്തെ ഇന്നലെ രാത്രിയിൽ അവിടെ ചില കലഹങ്ങൾ ഉണ്ടായിരുന്നു, സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പൂരത്തിൽ ഒട്ടും സംഭവിക്കാത്ത ചില സംഭവവികാസങ്ങൾ അരങ്ങേറുകയായിരുന്നു. അതിനുശേഷമാണ് കമ്മീഷനും ദേശക്കാരും തമ്മിലുള്ള വെടിക്കെട്ട് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായത്. എങ്ങനെയായിരുന്നു ഈ ഒരു ശോഭ ഇല്ലാതെ പോയത് ഈ പൂരത്തിന്റെ? ഫിജി, ഇന്നലെ വൈകിട്ട് ഈ പൂരം അല്ലെങ്കിൽ ഈ വെടിക്കെട്ട് നടക്കുന്നതിന് തൊട്ട് മുമ്പ് സാധാരണ ആളുകളെ മാറ്റുന്ന ഒരു പതിവുണ്ട്. ഈ റൗണ്ടിൽ നിന്നൊക്കെ മാറ്റുന്ന ഒരു പതിവുണ്ട്. പക്ഷെ ഇത് അതല്ല, പൂരപ്പറമ്പിൽ നിന്നും വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആളുകളെ മാറ്റുന്ന ഒരു നില പോലീസിന്റെ ഭാഗത്തുണ്ടായി. കമ്മീഷണറുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇടപെടലാണ് അത്തരത്തിൽ ഒരു ഈ അസാധാരണമായ സംഭവത്തിന്, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഇതുവരെ കാണാത്ത രീതി. സാധാരണ വെടിക്കെട്ട് മാറ്റി വെക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് പലപ്പോഴും മഴ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വെടിക്കെട്ട് ദിവസങ്ങൾ മാറ്റിവെച്ച് വീണ്ടും നടത്തിയിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതല്ല, മറിച്ച് പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിലൊരു പൂരപ്രേമികൾക്കൊരു ദുരന്തം എന്ന നിലയിൽ തന്നെ വിലയിരുത്താൻ കഴിയുന്ന നിലയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ പോലീസ് ലാത്തി വീശുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയുണ്ടായി. അതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് ഗോബാക്ക് എന്നുള്ള മുദ്രാവാക്യം വിളികൾ ഉൾപ്പെടെ ഈ പൂരപ്രേമികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസിനെതിരെ ആളുകളുടെ ഭാഗത്തുനിന്ന്, പൂരം കാണാൻ വന്നിരുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും. കാരണം വെളുപ്പിന് 3 മണിക്ക് ഈ വെടിക്കെട്ട് നടക്കേണ്ടതെങ്കിൽ അതിന്
അതായത് ഒരു 12 മണിയോടുകൂടി അർദ്ധരാത്രി 12 മണിയോടുകൂടി ഇവർ ഈ പല സ്ഥലങ്ങളിലും ഇരിപ്പുറപ്പിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ആ നിലയിൽ അങ്ങനെ കാത്തിരുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ പൂരത്തിന്റെ ഏറ്റവും ആസ്വാദനത്തോടുകൂടി കാണാൻ ആഗ്രഹിച്ച ആ ഒരു വെടിക്കെട്ട് ഒരു തരത്തിലുള്ള വർണ്ണശോഭകളും ആസ്വദിക്കാൻ കഴിയാത്ത നിലയിൽ അവർക്ക് ഇത് വെറും ഒരു ശബ്ദ കോലാഹലം മാത്രമായിട്ട് അനുഭവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ പൂരപ്രേമികൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഈ പോലീസിന്റെ അസാധാരണമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് പ്രതിസന്ധി കാരണം എന്ന് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിന് ഈ നടപടി ആരും തന്നെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. തുടർന്ന് രാത്രിയിൽ നടന്ന, അതായത് ഈ പുലർച്ചയോടുകൂടിയൊക്കെ നടന്ന നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടന്നു. മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ചർച്ചകൾ ദേശക്കാരുമായി നടത്തി. അങ്ങനെയാണ് വീണ്ടും ഈ നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കുക എന്നുള്ള നിലയിലേക്ക് എത്തിയത്. ഇന്നലെ തന്നെ പൂരം പകുതി വെച്ച് നിർത്തി തിരുവമ്പാടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവസാനം ഒറ്റ ആനയെ മാത്രം എഴുന്നള്ളിച്ച് ചടങ്ങ് പൂർത്തിയാക്കി തിരുവമ്പാടിക്കാർ പോവുകയായിരുന്നു. ഒപ്പം തന്നെ ആനകളെ നടപ്പന്തലുകളിൽ നിർത്തി ആനക്കാരും വിടവാങ്ങിയതോടുകൂടി ഈ പ്രതിസന്ധി രൂക്ഷമാവുകയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസിന്റെ നടപടിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അത് പൂരപ്രേമികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഈ പൂരത്തെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇടപെടുന്നത് എന്നുള്ള രൂപമായിട്ടുള്ള വിമർശനം ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് ഈ ആളുകളുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ചെറുപൂരങ്ങൾ വന്നു തുടങ്ങും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെയുള്ള ആ പൂരത്തിന്റെ ഒരു തനിയാവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. പകൽപൂരത്തിന്റെ ദിവസമാണ് സാധാരണ ഈ സമയത്ത് പകൽപൂരം കയറേണ്ട ഒരു സമയം കൂടിയാണ്. പക്ഷേ പോലീസിന്റെ അസാധാരണമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ പൂരത്തിന്റെ ആസ്വാദനം വൈകിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആസ്വാദനത്തിന് ഒരു കല്ലുകടി ഉണ്ടാകുന്ന നിലയിലുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ നിലയ്ക്കുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇവർ പറയുന്നത് പ്രത്യേകമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഇത്തരത്തിൽ പോലീസ് ഇത് പൂരത്തിന്റെ ആസ്വാദനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, പൂരത്തെ തകർക്കുന്നതിന് വേണ്ടി ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പോലീസിനെതിരെ ഉണ്ടായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം. എന്തായാലും പൂരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള വെടിക്കെട്ട് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ടിയിരുന്ന വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകി, 4 മണിക്കൂറോളം വൈകി ആരംഭിച്ച് അത് ഇപ്പോൾ ഒരു ചടങ്ങ് എന്ന നിലയിൽ മാത്രം പൂർത്തിയാക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുള്ളത്. ശരി, ബി ജോൺ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നു തൃശൂർ പൂര നഗരിയിൽ നിന്ന്. ഇപ്പോൾ 2 വിഭാഗത്തിന്റെയും തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും വെടിക്കെട്ട് പൂർത്തിയായിരിക്കുന്നു. വെളുപ്പിന് നടത്തേണ്ട വെടിക്കെട്ട് പ്രതിസന്ധി മൂലം നേരം പുലർന്ന ശേഷമാണ് നടത്താൻ ആയത്.